ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മുരിങ്ങയിലക്കറി ഉണ്ടാക്കിയാൽ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വാടിയ ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വരച്ച മുരിങ്ങയില കൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിനുശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി സിമ്മിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് പൊടി തേങ്ങയും 6 ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് ജീരകം 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് നമുക്ക് കാന്താരി മുളകോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. അതിനുശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലേക്ക് നമുക്ക് ഈ അരപ്പും വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഈ പുളിശ്ശേരിയൊക്കെ വെക്കുന്നതിൻ്റെ അളവില്ലേ, ചൂടാവുക മാത്രമേ നിന്ന് ചെറിയ തീയിൽ കിടന്ന് ചൂടാവുക മാത്രമേ ചെയ്യുള്ളൂ. പുളിശ്ശേരി തയ്യാറായിരിക്കണം. ഇത് ചോറിനൊപ്പമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.